ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് ഞാനിപ്പോൾ പറയത്തില്ല, വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടാലും മതി. എന്നെ സംബന്ധിച്ച് എനിക്കൊരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഈ വീഡിയോ കുറേ ദിവസമായി ഞാനിങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് നേരം കിട്ടാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എന്താവുമെന്ന് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. കോഴിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ കോഴി മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുട്ടയിട്ടത് ഈ കൂട്ടിൽ കിടപ്പില്ല, ഞാൻ രാവിലെ പിറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 8 പേരോളം മുട്ടയിട്ട് തുടങ്ങി. അനങ്ങാൻ നിൽക്കുന്നുണ്ടോ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എന്താ ചെയ്യണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുകയാണ് ഞാൻ എന്തിനവിടെ വന്ന് നിൽക്കുന്നതെന്ന്. പിന്നെ ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമ്മൾ തീറ്റ കൊടുക്കുന്നവരോട് പ്രത്യേകിച്ച് ഭയങ്കര സ്നേഹമാണ്. നമ്മൾ അടുത്ത് വരുമ്പോഴത്തേക്ക് ഒന്നും പറയാനില്ല, ഭയങ്കര ഒച്ചയും ബഹളവും സൗണ്ടും. എനിക്ക് വീഡിയോ ചെയ്യാൻ പോലും പറ്റില്ല, അതുപോലെ കണ്ട എല്ലാവരും കൂടെ സൗണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മുട്ട ട്രെയിൽ പറക്കി വെച്ചേക്കുന്ന കാണിക്കാം. എല്ലാവരും ആയിട്ടില്ല, ഒരു 8 പേരോളമാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മുട്ടയൊന്ന് കാണാം. എന്നെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷമാണ്. എല്ലാവരും കൂടെ നോക്കുകയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ മുട്ടകൾ. ഇതിൽ കൂടുതലുണ്ടായിരുന്നു. ഈ ട്രേ ഫുള്ളും ഉണ്ടായിരുന്നു. ഞാനത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനും പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുത്തായിരുന്നു. അതാണ് കാണാത്തത്. ഈ ട്രേയിൽ നിറച്ച് മുട്ടയായിരുന്നു. 2 ആഴ്ചയായി ഒരു മുട്ടയിട്ട് തുടങ്ങിയിട്ട്. കണ്ടോ, ഇപ്പം ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മളതിനെ വളർത്തുമ്പോൾ തന്നെ മുട്ട കിട്ടണമെന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടിയല്ലേ വളർത്തണം. അത് കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ ഞാനിപ്പം നമ്മുടെ കടയിൽ തന്നെ നാടൻ കോഴി മുട്ട ലഭിക്കുമെന്നും പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അതങ്ങനെ അങ്ങ് സെയിലായിക്കോളുമല്ലോ. ആ ഒരു ഉദ്ദേശത്തിലാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. നമുക്കും നല്ല മുട്ട കഴിക്കാം, പിന്നെ നമ്മുടെ അയൽവക്കത്തുള്ളവർക്കും നല്ല മുട്ട നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ ശരിക്കും ഇട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരുപാട് വലുതൊന്നുമല്ല, ചെറുതാണ്. ഇപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു വലുപ്പത്തിൽ പുറത്തേക്കൊന്നും അധികം കൊടുക്കാനായിട്ട് പറ്റില്ല. കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് നമുക്ക് കൊടുക്കണം. അപ്പോൾ അതുവരെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്തായാലും നമുക്ക് നല്ലത് കിട്ടുമല്ലോ, അതാണ് എനിക്ക് ഏറ്റവും. പച്ചക്കറികൾ നമ്മൾ സ്വന്തമായിട്ട് ജൈവ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴിമുട്ടയും കൂടെ നമുക്ക് കഴിക്കാനുള്ള നല്ല ജൈവ രീതിയിലുള്ള കോഴിമുട്ട തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്താ പറയണ്ടേ, കോഴി വളവും കിട്ടുന്നുണ്ട്. നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, നമ്മുടെ പച്ചക്കറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കോഴി വളവും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല മുട്ടയും നമുക്ക് കഴിക്കാം. അപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല. ഈ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ ഇത്രമാത്രം സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, കോഴിക്കോടിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഒരു മുട്ട കൂട്ടിൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.